എല്ലാം എടുത്തിട്ടുണ്ടെന്നേ. അതൊക്കെ ഇതായിരുന്നു. എന്തായാലും ഇവിടെ ഇരിക്കാം. ഒരു വെള്ളം മേടിച്ചോളൂ. എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട്. ഏതാ പെണ്ണ്? സമയം എത്രയായില്ലേ? അതൊക്കെ കുഴപ്പമോ സാറേ? ഒന്നുകിൽ മാലമോഷണം, അല്ലെങ്കിൽ പിടിച്ചു പറി, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇവളാണോ? എവിടെടി മാല? ഞാൻ എടുത്തിട്ടില്ല. ഇവളെടുത്തതാ സാറേ. ഇവൾ എന്തോണ്ട് കട്ട് ചെയ്തതാ. ഊർന്ന് വീഴും പോലെ തോന്നി. നോക്കിയപ്പോഴേക്ക് മാല പോയി. ഇവൾ എടുത്തു തന്നെയാ. പ്രസംഗം വേണ്ട. നീ ജുവലറിയുടെ പരസ്യത്തിനൊന്നും വന്നതല്ലോ. എടി അലമാരി വെക്കേണ്ട സാധനം അലമാരി വെക്കണം, മനസ്സിലായോ? ഇങ്ങോട്ട് മാറിയിക്കടി. സത്യം പറഞ്ഞോണം. എവിടെടി മാല? ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല. ഇവളൊരു സ്ഥിരം പുള്ളിയാ സാറേ, അങ്ങനൊന്നും പറയല്ല. എവിടെടി മോല? ഇനി സാറിന്റെ ദേഹത്ത് തൊട്ട കളി വേറെയാണ്. വേണ്ട സാറേ. അതെ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞു. സാറിവിടുത്തെ പുതിയ ആളായതുകൊണ്ടാ, ഇവളിവിടുത്തെ ലോക്കലാ. ഇവൾ ഇരുന്ന് കഴിഞ്ഞാലേ പിന്നെ ഇവളെ തല്ലരുത്. കാരണം അവള് തൂറി നാറ്റിക്കും. പിന്നെ ഇത് കഴുകലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് പോലീസുകാർക്ക് മൊത്തം പണിയായി പോകും. അതുകൊണ്ട് പറഞ്ഞാ സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് മയത്തി പെരുമാറണം, അതാണ് നല്ലത്. താനൊരു വെള്ള പേപ്പറിനകത്ത് കംപ്ലൈന്റ് എഴുതാ, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനിയിപ്പോ മാലയും വേണ്ട, വളയും വേണ്ട. എനിക്കൊട്ടൊരു പരാതിയില്ല. വാടി. സാറേ, പരാതിയില്ലാത്ത സ്ഥിതിക്ക് ഇറങ്ങിപ്പോടി. താങ്ക്സ് സാറേ. അല്ല, സാറ് കാരണാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. നീ അമ്മാല വിഴിഞ്ഞ വിഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് നാടൻ പഴം വാങ്ങിച്ചുതരാം. നേരം വെളുക്കുമ്പോ 50-50. ഓക്കെ സാറേ, ഒരു മിനിറ്റ്.
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ കാന്താരി. കാണിച്ചു തരാട്ടാ. ആരും കണ്ടില്ലല്ലോ. ആ മച്ചു, ഞാൻ അറിഞ്ഞു ഇന്ന് വിട്ടാ. ആ വിട്ടു. ആ ആ വേം വരണേ. ആ ചെറുക്കന്മാരുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയാൽ എന്താണ്? സാധനം കിട്ടിയില്ലേ? അല്ല മുതൽ എത്ര വരും ഫ്രീക്ക്? ഒരു 3-3.5 പവൻ വരും. ആ നല്ല പാലക്കരത്തി അച്ചായത്തി. ആ. ഒരു മണകളാഞ്ചം ഭർത്താവും. നീ ഐറ്റം എവിടെ പ്ലേ ചെയ്ത് പറയടി. കൂടെ നിർത്താൻ എവിടെയാണ് ഫ്രീക്ക്? ഇവളെന്താണെന്ന് ഡാൻസ് കളിക്കണത്? എന്താണ് ഫ്രീക്ക്? കണ്ട മോനെ. ആ കേറ്. മൂന്നര പവനെന്ന് വെച്ചാ 75,000 ആണ്. അതാണ് മോനെ റാണി. ഞാനിന്ന് പാപ്പയുടെ കൂടെ കിടക്കുന്നത്. മോനിന്നും ചേച്ചിയായിട്ട് വഴക്കിട്ടോ? സാരില്ല, ഇന്ന് പപ്പയുടെ കൂടെ കിടക്കാം. വാ. ഞാൻ എത്ര നേരെ കാത്തിരിക്കണേ. എവിടെയായിരുന്നു? ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലേ. നോക്ക്, ഇപ്പൊ ഞാൻ വന്നില്ലേ. ക്രിസ്റ്റി, നീ എന്നെ ഇട്ടിട്ട് പോകുമോ? റീന, നിനക്കറിയാലോ എനിക്ക് നീയില്ലാതെ പറ്റില്ല. വാ. The thing is that, excuse me. അതെ വിശാലമ്പാ, നമ്മുടെ ക്രിസ്റ്റിക്ക് വാറണമെന്നിട്ടാ. എന്താ ഇപ്പൊ ചെയ്യുക?
മാഡം വന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെയാ. CI സാറേ, ഇതെന്റെ ബ്രദറിന്റെ പ്രശ്നം. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ നടന്നതൊന്നും വാട്സാപ്പിനോ കൊച്ചിക്കോ പുതുമയൊന്നും അല്ല. ഇതിലും വലിയ കാഴ്ചകളൊക്കെ ഈ നാട് കണ്ടതാ. പയ്യന്മാര് നന്നായി ആഘോഷിക്കുകയും ചെയ്തതാ. പക്ഷേ ഇവിടുത്തെ എര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയാ. അതുമാത്രമല്ല, ആ കുട്ടി ഇന്നലെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ഡസന്റ് മാറ്റർ. പയ്യൻസ് അറിഞ്ഞാൽ അവർക്ക് ഒരു പോസ്റ്റ് കൂടി, അത്ര തന്നെ. വാറണ്ടായ സ്ഥിതിക്ക് CI എന്നെ സഹായിച്ചേ പറ്റൂ. വഴി ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പിലെ ദൃശ്യങ്ങൾ നിങ്ങളും കണ്ടതല്ലേ? അവന്റെ മുഖമോ ശബ്ദമോ ഒരു എവിഡൻസും അതിലില്ല. പുറംതിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്നും ആർക്കാണ് അവള് വാതിൽ തുറന്നു കൊടുത്തതെന്നും അവള് പറയണം കോടതിയിൽ. ഓക്കെ ജാസ്മിൻ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഫേസ് ചെയ്യാൻ പറ്റും. ബട്ട് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടായാൽ മുകളിലിരിക്കുന്നവർ ഇനി വരാനിരിക്കുന്ന വാട്സപ്പ് ഡ്രാമകളിലെ തുണിയില്ലാത്ത നായകന്മാർ. കേരളത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും പവിത്രമായ ഗസ്റ്റ് ഹൗസുകളും വെടിപ്പുരകളാക്കിയവർ വരട്ടെ. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരട്ടെ. ജാസ്മിൻ ഉണ്ട് ഇവിടെ. എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീ ഈസ് വെരി വെൽ. നാളെ ഞാൻ വാർഡിലേക്ക് മാറ്റും. ഓക്കെ.